ഹലോ, കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ കാണിച്ച വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഉണ്ടല്ലോ, ശരിക്കും ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാവേ. ആരി വർക്കിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആരി നീഡിൽ വെച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനാണ്. അത് ചെയ്ത് പഠിച്ച് ഏകദേശം നീഡിലൊന്ന് കയ്യിൽ വഴങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതും ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. ഈ ഒരു ബ്ലൗസിൻ്റെ വർക്കിൽ നെക്കിൽ ഫസ്റ്റ് ഇതുപോലെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഗോൾഡൻ സെരി ത്രെഡാണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 2 ലെയർ ഇതുപോലത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണവേ. 2 ലെയറല്ല, 2 കൂടുതലും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടി 2 ലെയറാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടൊരു ലെയർ ചെയ്യുന്നുണ്ട്. അതും ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അകത്തിൽ 2 ഷുഗർ ബീഡ്സ് വെച്ച് ആഡ് ചെയ്താണ് ഈ ഒരു ഷുഗർ ബീഡ്സിൻ്റെ ലെയർ ചെയ്യുന്നത്. ഈ ഒരു ആരി വർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മെയിനായിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസാണ്. ഈ ഒരു നീഡിൽ എങ്ങനെയാണ് അത് പിടിക്കേണ്ടത്, പിന്നെ അത് എങ്ങനെയാണ് അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തോട്ട് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കുറച്ചുകൂടെ സ്പീഡ് കൂടുക, പിന്നെ ആ ഒരു പെർഫെക്ഷൻ അങ്ങനെ കിട്ടത്തുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അങ്ങനെ പുറത്ത് പോയെന്നല്ല പഠിച്ചത്. ബേസിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ആരി വർക്ക് ഞാൻ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കുക. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത് ക്ലിയർ അല്ല. അതെങ്ങനെയാണ് അത് നീഡിൽ വെച്ച് ചെയ്യുന്നത് ക്ലിയർ അല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് എടുത്തതല്ലായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കാരണം ഞാൻ ഈ ഒരു ആരി വർക്കിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതിടുന്നത്. അപ്പം ഈ ഒരു ഫുൾ പ്രൊസീജിയർ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പം കുറച്ചൊക്കെ ബേസിക് അറിയാവുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഷുഗർ ബീഡ്സ് വെച്ച് ഈ ഒരു ഫുൾ ലെയർ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ലെയർ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ലെയർ വരുന്നത് ഷുഗർ ബീഡ്സും പിന്നെ ഗോൾഡൻ റൗണ്ട് ബീഡ്, കുറച്ചുകൂടെ വലിയ റൗണ്ട് ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് 1 by 1 ആയിട്ട് ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഷുഗർ ബീഡ് പിന്നെ ഒരു റൗണ്ട് ബീഡ് അങ്ങനെ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലെയർ ഷുഗർ ബീഡ്സിൻ്റെ ലെയറും കൂടെ ചെയ്ത് കൊടുക്കണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യുന്നത്. 2 ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 3 ലെയറും ഈ സെയിം ചെയിൻ സ്റ്റിച്ച് മാത്രം കറക്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഈ ഒരു വർക്കിൽ ഇത്രയും പോർഷൻസ് മാത്രമേ ആരി വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ നീഡിൽ വെച്ചായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് സിമ്പിളായിട്ട് തന്നെ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ ഈ ഒരു ലൈൻസ് പോലെ ചെയ്തിട്ടില്ലെങ്കിലും നോർമൽ നീഡിൽ വെച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ള പോർഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു പോർഷൻ വേണമെങ്കിലും നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇത്രത്തോളം ഒരു പെർഫെക്ഷൻ അതിന് കിട്ടത്തില്ല. ഞാൻ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു നോർമൽ നീഡിൽ വെച്ചിട്ട്. പക്ഷേ അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് തീരെ താല്പര്യമില്ല ഈ ലൈൻസ് പോലത്തെ നോർമൽ നീഡിൽ വെച്ച് ചെയ്യാൻ. അപ്പം ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ ലൈൻസ് ആരി നീഡിൽ വെച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് ചെയ്ത് നോക്കുക. വീഡിയോയുടെ ഈ ഒരു പോർഷനിൽ കുറച്ചും കൂടെ ക്ലിയർ ആണ് ഞാൻ ആരി നീഡിൽ എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളതെന്ന്. ഇതിലെ പോലെ തന്നെ ആരി നീഡിൽ ആദ്യം ബീഡ്സ് ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നീഡിൽ താഴോട്ട് ഇറക്കുമ്പം നമ്മുടെ ഫേസിന് നേരെ നീഡിലിൻ്റെ ആ ഒരു വളഞ്ഞ ഭാഗം ഇരിക്കണം. എന്നിട്ട് മണ്ടയ്ക്കോട്ടത് പൊക്കുമ്പോഴത്തേക്ക് ഇടത് സൈഡിലോട്ടൊന്ന് ചരിച്ചിട്ടെടുക്കണം. ആ ഒരു അറ്റത്തൊരു യു ഷേപ്പ് പോലില്ലേ, ആ ഒരു വളഞ്ഞ ആ ഒരു അറ്റം. അങ്ങനെയാണ് ഈ ഒരു നീഡിൽ താഴോട്ട് ഇങ്ങനെ കുത്തി ഇറക്കുകയും മുകളിലോട്ട് എടുക്കുകയും ചെയ്യേണ്ടത്. അപ്പം എങ്ങും അങ്ങനെ ഉടക്കാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കി പോർഷൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോർമൽ നീഡിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇനി അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീറ്റ് ഷേപ്പിലെ ബീഡ്സ് വെച്ചിട്ട് സിക്സാഗ് പോലൊരു പാറ്റേൺ ആണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നോർമൽ നീഡിലും നമ്മുടെ സാധാ സ്വിങ്ങിൻ്റെ ത്രെഡില്ലേ അത് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ സിക്സാഗായിട്ട് ഇത് ചെയ്ത് കൊടുക്കണം. ഈ ഒരു വി ഷേപ്പിലെ ബീഡ്സ് വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നല്ലൊരു ഹെവി വർക്കായിട്ട് മാറും ഈ ഒരു വർക്ക്. പക്ഷേ ഇതിൽ ഈ ഒറ്റ ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊരു ബ്രൈഡൽ വർക്കാണ്, പക്ഷേ എന്നാൽ പോലും ബ്രൈഡിന് ചെറിയ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് മതിയെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അത് സ്ലീവിലും ഇല്ല, ഈ ഒരു നെക്കിൽ മാത്രമാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സിക്സാഗ് പോലെ ഈ വീറ്റ് ബീഡ് വെച്ചിട്ട് ഈ ഒരു ഫുൾ ലെയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയതിന് ശേഷം ഇനി ചെയ്യുന്നത് ഈ ഒരു സിക്സാഗ് പോലെ ചെയ്തതിൻ്റെ ആ ഒരു കോർണർ പോർഷനിലായിട്ട് ഒരു റൗണ്ട് ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലോക്കും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ വി പോർഷനിൽ സെൻറ്ററിലായിട്ട് വീണ്ടും ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് വീണ്ടും സൂചി നൂലും കുത്തി എടുത്തിട്ട് ഒരു 4 ഷുഗർ ബീഡ്സ്, ഇപ്പം അതിൻ്റെ ഗ്യാപ്പ് എത്രയാണോ അതിനനുസരിച്ച് എടുക്കണം. ഇപ്പോൾ എനിക്കിവിടെ വേണ്ടത് 4 ഷുഗർ ബീഡ്സ് ആണ്. 4 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു കർവ് ഷേപ്പ് പോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ 2 ഷുഗർ ബീഡ്സിൻ്റെ ഇടയ്ക്കായിട്ടൊന്ന് ലോക്കും കൂടെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ വർക്കും ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ്. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ആ ഒരു കോർണർ പോർഷനിലായിട്ട് റൗണ്ട് ബീഡും ഷുഗർ ബീഡും വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ടൊരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വി പോർഷനിലും വീണ്ടും ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കണം. ആ റൗണ്ട് ബീഡ് വെച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു യു ഷേപ്പിൽ ആ ഷുഗർ ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കാം. ഒരു 4 ഷുഗർ ബീഡ്സ്. ഇതുപോലെ 4 ഷുഗർ ബീഡ്സ് കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ്ഫുൾ ആയെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഏത് വർക്കായാലും എൻ്റെ പേജിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോയുടെ ഇങ്ങനത്തെ ലോങ് വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്ത് പറഞ്ഞു തരാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.